ഹലോ ഫ്രണ്ട്സ്, ആമീസ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തേത് ഒരു സ്ഥലം മാറ്റമാണ് കാണിക്കുന്നത് നിങ്ങളെ. നിങ്ങൾക്കെല്ലാം ഇങ്ങനത്തെ പരിപാടിയുണ്ട്, ഇടക്കിടക്ക് ചെടികളെ സ്ഥലം മാറ്റി വെക്കുന്നത്. എനിക്കുണ്ട് കേട്ടോ. ഇടക്കിടക്ക് ഇത് മാറ്റി മാറ്റി വേറെ സ്ഥലത്തേക്ക് വെക്കും, അവിടെ നിന്ന് മാറ്റിയിട്ട് വീണ്ടും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുവെക്കും. അതിൻ്റെ കൂടെ ഒരു ചെടിയെ അതിൻ്റെ ചട്ടിയെല്ലാം പോയതുകൊണ്ട് അതിനെ മാറ്റി വെക്കുന്നതുമാണ് ഇന്നത്തെ വീഡിയോ. അപ്പം ഞാൻ അന്നേ പറഞ്ഞില്ല, എൻ്റെ കളത്തിൻ്റെ തുമ്പിൻ്റെ ഒരു വശം കവുങ്ങ് നട്ടിട്ടുണ്ട്, അതിന് ചുറ്റും ചെടി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ. അതുപോലെ തുമ്പത്ത് മറ്റേ വശത്ത് വെച്ച ചെടികളാണ് ഇതെല്ലാം. ഇവരെ നിങ്ങൾക്ക് ഇഷ്ടമായ? കാണാൻ നല്ല ഭംഗിയില്ലേ ഇവരെയും? ഇപ്പോൾ രണ്ട് വശത്തും ഒരേപോലെ ചെടികൾ വെച്ചിട്ടാണ് ഉള്ളത്. അടുത്തത് എനിക്കൊരു ചെടി ഞാൻ പറഞ്ഞില്ല റീപോർട്ട് ചെയ്യാനുണ്ടായിരുന്നു എന്ന്. ഞാനൊരു സിങ്കോണിയം, കുറച്ച് വലുതായ ഒരു സിങ്കോണിയം ഉണ്ടായിരുന്നു. അതൊരു ഗ്രോ ബാഗിലാണ് നട്ടിട്ടുണ്ടായത്. അപ്പോൾ ഗ്രോ ബാഗെല്ലാം കീറിപ്പോയി, അതിൻ്റെ ഒരു ഭാഗമെല്ലാം കീറിപ്പോയി. അപ്പോൾ അതിനെ ഞാൻ എടുത്തിട്ട് ഒന്ന് റീപോർട്ട് ചെയ്യുന്നതാണ് അടുത്തത്. അപ്പോൾ റീപോർട്ട് ചെയ്യാൻ വേണ്ടി അതിനെ ഗ്രോ ബാഗിൽ നിന്ന് എടുത്ത് അതിൻ്റെ വലിയ വലിയ വേരുകളെല്ലാം ഞാൻ മുറിച്ച് മാറ്റി ഒരു ചട്ടിയിലേക്കാണ് അതിനെ വീണ്ടും ആക്കിയത്. ഇതെൻ്റെ പണിപ്പുരയാണ്. ഇതെൻ്റെ എല്ലാ പണിയും, ചെടികളുടെ എല്ലാ വളവും സൂക്ഷിക്കുന്നതും ചകിരിച്ചോറ് സൂക്ഷിക്കുന്നതും അതുപോലെ ഞങ്ങൾ വളം ഉണ്ടാക്കുന്നത്, വീട്ടിലെ പച്ചക്കറികൾ കൊണ്ട് വളം ഉണ്ടാക്കുന്നതാണ്. ഇതെല്ലാം എൻ്റെ പച്ചക്കറി വേസ്റ്റ് കൊണ്ടുണ്ടാകുന്ന വളമാണ്. ഇത് ബയോബിൻ ഉണ്ട്, എന്നാലും ഞാൻ അതുകൂടാതെ ഞാൻ സ്വന്തമായിട്ട് വേറെ പാത്രത്തിൽ വളം ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് അതിന് ശേഷം ഞാൻ ഇതിനെ വേരെല്ലാം കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ആ ചെടിയെ വേറൊരു ചട്ടിയിലേക്ക് റീപോർട്ട് ചെയ്തു. സാധാരണ ഞാൻ എല്ലാ ചെടികളും നടുന്ന സമയത്ത് മണ്ണും ചകിരിച്ചോറും മണലും അങ്ങനെയാണ് ചേർക്കുന്നത്. കാരണം ഞാൻ ഏത് ചെടി നടുമ്പോഴും അധികം വളം ഒന്നിനും ചേർക്കില്ല. അപ്പം അധികം വളം ചേർത്താൽ ആ ചെടികൾ മിക്കവാറും എല്ലാം എൻ്റെ കയ്യിൽ നിന്ന് ചീഞ്ഞു പോകുന്നതാണ് എനിക്ക് കാണുന്നത്. ഞാൻ ഒട്ടുമിക്ക ചെടികളും ഇങ്ങനെ പോട്ടി മിക്സ് ഏതാണ് വേണ്ടുന്നത് അത് നോക്കി അതിൽ നട്ടിട്ട് ചെടി 1-2 ഇല കിളിർത്ത് വന്നാലേ ഞാൻ അതിന് വളം നൽകാറുള്ളൂ. അതേപോലെ ചകിരിച്ചോറും മണ്ണും ചേർത്തിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ ചെടിയും നടുന്നത്. അപ്പം അത് ആ പോട്ട് ഫുൾ നിറച്ച് വെച്ച് സെറ്റാക്കി വെച്ചു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഈ ചെടീനെ? ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യണേ.